പിശാച് പഴപ്പിക്കാൻ വരും. എങ്ങനെ വരും? നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ വരും. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ. മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ ബാപ്പാനോടാണ് ഏറ്റവും വലിയ ഇഷ്ടമെങ്കിൽ ബാപ്പാൻ്റെ രൂപത്തിൽ ആര് വരും? ഇബ്ലീസ് വരും. ഉമ്മാനോടാണ് വലിയ ഇഷ്ടമെങ്കിൽ ഉമ്മയുടെ രൂപത്തിൽ വരും. മരിച്ചുപോയ വല്യമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു എങ്കിൽ ആ വല്യമ്മയുടെ രൂപത്തിൽ പിശാച് വരും. അങ്ങനെ കണ്ടാവോ? ശൈത്താന് രൂപം മാറി വരാൻ കഴിയോ? ശൈത്താന് രൂപം മാറി വരാൻ കഴിയും. അതന്ധവിശ്വാസമാണോ? അതന്ധവിശ്വാസമല്ല. ബദർ യുദ്ധത്തിൽ പോലും രൂപം മാറി ആര് വന്നിട്ടുണ്ട്? ശൈത്താൻ വന്നിട്ടുണ്ട്. ആർക്കാ നിഷേധിക്കാൻ കഴിയാം? وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ قَالَ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ وَاللَّهُ شَدِيدُ الْعِقَابِ. സഹോദരി, ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയതിനെ കുറിച്ചാണ് ആയത്ത്. അതായത് ശത്രുക്കൾ 1000-ഓളം ആളുകൾ കോപ്പുകുട്ടി ബദറിലെത്തി. യുദ്ധം ചെയ്ത് പെട്ടെന്ന് കഥ കഴിച്ച് തിരിച്ചു പോകാമെന്ന് കരുതിയാണ് അവർ വന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിലെത്തി. യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദിനോട് നമ്മൾ കളിച്ചാൽ ചിലപ്പോൾ പരാജയപ്പെടും. മക്കയിൽ നിന്ന് പലപ്പോഴും അവനെ തകർക്കാനായി പല വിദ്യകളുമായി നമ്മൾ ചെന്നപ്പോൾ അവൻ്റെ ചുമലിൽ നിന്ന് വലിയ ഒട്ടകങ്ങളും സിംഹവും പാമ്പൊക്കെ ഇങ്ങനെ പത്തി വിടർത്തി നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടകം തേറ്റ കാട്ടി നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിന് നിൽക്കണോ, പെട്ടെന്ന് പൊയ്ക്കൂടെ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. അപ്പം ഇബ്ലീസ് എന്ത് ചെയ്തു എന്നറിയോ? സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിൻ്റെ രൂപത്തിൽ ബദറിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ജാഅ ഇബ്ലീസു ഫീ റജുലിൻ മിൻ ബനി മുദ്ലജ് ഫീ സൂറത്തി സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷും. അഥവാ ബനു മുദ്ലജ് ഗോത്രത്തിൻ്റെ നേതാവായ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിൻ്റെ രൂപത്തിൽ ബദറിൽ ഇബ്ലീസ് വന്നു. അവനും അവൻ്റെ ആളുകളും എന്തായാലും യുദ്ധത്തിനെത്തുന്ന അബൂജഹലിന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിനും അവൻ്റെ ഗോത്രമായ ബനു മുദ്ലജ് ഗോത്രക്കാർക്കും യുദ്ധത്തിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ രൂപത്തിൽ അവിടെ ആര് വന്നു? ഇബ്ലീസ് വന്നു എന്ന് മാത്രമല്ല, അബൂജഹലിൻ്റെ കൈ പിടിച്ചു. ആര് പിടിച്ചു? ഇബ്ലീസ് പിടിച്ചു. എന്നിട്ട് രണാങ്കളത്തിലൂടെ നടക്കുകയാണ്. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. അബൂജഹലിനോട് ഇവൻ പറയുകയാണ്, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ യുദ്ധം ചെയ്യണോ, പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊന്നും ചെവി കൊടുക്കണ്ട. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയൂല. ശൈത്താൻ അവരുടെ ആ പ്രവർത്തനങ്ങൾ എത്രയോ നല്ലതാണെന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. ഇന്നെങ്കിലും നമ്മൾ യുദ്ധത്തിന് എത്തിപ്പെട്ടത് നന്നായി, ഇതെന്നോ ഇറങ്ങേണ്ടതായിരുന്നു. ചിലരൊക്കെ ഇപ്പം തിരിച്ചു പോകണമെന്നാ പറയുന്നത്. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. ഇന്ന് മുഹമ്മദിനോ കൂട്ടർക്കോ പോട്ടെ, ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല. എന്തിനു പേടിക്കണം? വഇന്നീ ജാറുൽ ലക്കും. ഞാനും എൻ്റെ കുടുംബവുമില്ലേ നിങ്ങളുടെ കൂടെ. ഇന്നത്തോടെ മുഹമ്മദിൻ്റെ കഥ കഴിക്കണം. ഇതും പറഞ്ഞ് അബൂജഹലിൻ്റെ കൈ പിടിച്ച് രണാങ്കളത്തിലൂടെ നടക്കുമ്പോഴാണ് ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ. ഇതാ രണ്ട് സംഘവും ഏറ്റുമുട്ടാനായി. അപ്പോഴാണ് ഫലമ്മാ ഖബല ജിബ്രീലു ഫീ കബ്കുബത്തിൻ മിനൽ മലായിക. ആയിരക്കണക്കിന് മാലാകമാരുടെ അകമ്പടിയോടെ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അബൂജഹലിൻ്റെ കയ്യിൽ നിന്ന് ഇവൻ കയ്യങ്ങ് വലിച്ചൂരി. ഫവല്ലാ മുദ്ബിറാ. പേടിച്ചരണ്ട്
ഓടി, ഭയങ്കര ഓട്ടം, കരഞ്ഞിട്ട് ഓടി. അപ്പം അബൂജഹൽ ചോദിക്കുന്നുണ്ട്, മാലക്കയാ സുറാക്ക തസ്അമു അന്നക ലനാ ജാർ, അല്ല സുറാക്ക, നിനക്കിതെന്തു പറ്റി? കൂടെ നിന്ന് യുദ്ധം ചെയ്ത് മുഹമ്മദിനെയും കൂട്ടരെയും പരാജയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് എന്താ യുദ്ധം തുടങ്ങാൻ നേരത്ത് നീ ഇങ്ങനെ ഒച്ചുണ്ടാക്കി കരഞ്ഞിട്ട് ഓടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇന്നി അറാമാലറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. എടാ ഇന്നി അറാമാലറൗൻ, നിങ്ങളിപ്പോൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. കാര്യം എന്തൊക്കെയാണെങ്കിലും എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിന കഠോരമാണ്. ഇനി ഞാനിവിടെ നിന്നാൽ ആദ്യം എൻ്റെ കഥ കഴിക്കുക. കാരണം ഇവന് ശരിക്കാരെ കാണാൻ കഴിയും? ഇബ്ലീസല്ലേ, മലക്കേളവൻ കാണുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ആദ്യം എൻ്റെ കഥയെ കഴിക്കാന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോടി. ഞാൻ പറഞ്ഞത് ബദർ യുദ്ധത്തിൽ പോലും സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിൻ്റെ രൂപത്തിൽ ആര് വന്നിട്ടുണ്ട്? ഇബ്ലീസ് വന്നിട്ടുണ്ട്. എത്രയോ ഹദീസുണ്ട്. സക്കാത്തിൻ്റെ മുതൽ, ഈത്തപ്പഴം സക്കാത്തിൻ്റെ മുതൽ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് അതിന് കാവൽ നിൽക്കണമെന്ന് പറഞ്ഞു. 3 ദിവസം രാത്രിയിൽ ഒരു കള്ളൻ വന്നു. ആ കള്ളൻ ആരായിരുന്നു? ഇബ്ലീസാണ്. അത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ മനുഷ്യരൂപത്തിലൊക്കെ വരാൻ ആർക്ക് കഴിയും? ശൈത്താന് കഴിയും. അപ്പം മരിക്കാൻ നേരത്ത് ആ മരണവേദന ഇങ്ങനെ തുടങ്ങി. ഉറപ്പായി പടച്ചോനെ, ഈ വേദന സാധാരണ വേദന അല്ല. അല്ലാഹുവേ, ഈ വേദന സാധാരണ വേദനയല്ല. ഒരുപാട് കാലമായി മരണത്തിൻ്റെ വേദനയെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതെൻ്റെ മരണവേദന തന്നെയാണ്. ഞാൻ മരിക്കുകയാണ്, എൻ്റെ ശ്വാസം നിലക്കുകയാണ്. എന്നിട്ട് ബോധ്യപ്പെടുന്ന ഉറപ്പാകുന്നൊരു സമയം നമുക്കൊക്കെ ഉണ്ടല്ലോ. ആ സമയത്താണ് നമ്മളെ ദുനിയാവുമായിട്ടുള്ള ചിന്തക്കാണ്ട് കഴിഞ്ഞു. പിന്നെ ഏകാന്തതയുടെ ഖബറിനെ കുറിച്ചുള്ള ആലോചന മിന്നിമറിയുകയാണ്. അപ്പോഴാണ് മരിച്ച വല്യമ്മാൻ്റെ രൂപത്തിൽ, അല്ലെ വല്ലിപ്പാൻ്റെ രൂപത്തിൽ, ബാപ്പാൻ്റെ രൂപത്തിൽ, ഉമ്മാൻ്റെ രൂപത്തിൽ ആര് വരികയാണ്? ഇബ്ലീസ് വരികയാണ്. എന്നിട്ട് പറയാ സങ്കടത്തോടെ, മോനെ മോളെ, നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലേ, നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലോ. മോനെ, ഒരു കാര്യം പറയട്ടെ, നമ്മളിതുവരെ വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ വിശ്വാസം കൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടൂല. ഇതിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എൻ്റെ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇന്നാലിന്നത് കാര്യത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈമാൻ തെറ്റിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഇത് ശൈത്താനാണെന്ന് തിരിച്ചറിഞ്ഞ് ജിഹാദ് നടത്തണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശൈത്താനോട് ജിഹാദ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവർക്ക് അവസാന ഘട്ടത്തിലും ജിഹാദ് ചെയ്ത് ശൈത്താനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.